ഗുഡ് ആഫ്റ്റർനൂൺ. മിഡ് ഡേ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എ.കെ. ബാലനും വി.എസ്. സുനിൽകുമാറും ഗവർണറെ കാണുന്നു. കൂടിക്കാഴ്ച രാജ്ഭവനിൽ. എ.കെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ്. കൂടുതൽ സീറ്റുകളും പദവികളും ആവശ്യപ്പെടുമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ. ലീഗ് നേതാക്കൾ താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരത്തെ തോൽവി ചർച്ച ചെയ്യാൻ ചേർന്ന KPCC യോഗം നേതാക്കളുടെ വാക്കേറ്റത്തെ തുടർന്ന് ഉപേക്ഷിച്ചു. കാഞ്ഞങ്ങാട് DYFI പ്രവർത്തകന്റെ കൊലപാതകത്തിൽ 3 പ്രതികൾ പിടിയിൽ. ഇന്ന് പിടിയിലായത് മുഖ്യപ്രതി ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി ഇർഷാദും ഹസനും. ഔഫ് അബ്ദുറഹ്മാന്റെ മരണകാരണം ഹൃദയത്തിലേറ്റ ആഴത്തിലുള്ള മുറിവ്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്ന തീവ്രവാദ സ്വഭാവമാണ് ലീഗിനെന്ന് കാന്തപുരം വിഭാഗം. നാസിക്കിൽ നിന്ന് ആരംഭിച്ച അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദില്ലി ചലോ മാർച്ച് അല്പസമയത്തിനകം ഷജഹാൻപൂരിൽ. അതിർത്തിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരെ അഭിസംബോധന ചെയ്തു. അതിശൈത്യത്തിലും സമരം ശക്തമാക്കി കർഷകർ. പ്രത്യാശയുടെയും കരുതലിന്റെയും സന്ദേശവുമായി ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. കർഷകരെയും ആരോഗ്യ പ്രവർത്തകരെയും ഓർമ്മിച്ച് പള്ളികളിൽ ക്രിസ്മസ് സന്ദേശം. ഇന്ത്യ ഓസ്ട്രേലിയ ബോക്സിംഗ് ഡേ ടെസ്റ്റിന് നാളെ തുടക്കം. ആദ്യ ടെസ്റ്റിലെ നാണംകെട്ട തോൽവിയിൽ നിന്ന് കരകയറാൻ ഇന്ത്യ. 2022 മുതൽ IPL ടീമുകളുടെ എണ്ണം 10 ഉയർത്താൻ BCCI തീരുമാനം. വിശദമായ വാർത്തകൾ നോക്കാം. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നിയമമന്ത്രി A.K. ബാലനും കൃഷിമന്ത്രി V.S. സുനിൽകുമാറും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താൻ രാജ്ഭവനിലെത്തി എന്നതാണ്. നിയമസഭാ സമ്മേളനം വിളിക്കണം എന്ന് ആവശ്യപ്പെടാനാണ് ഈ മന്ത്രിമാർ രണ്ടുപേരും ഗവർണറെ കാണാൻ പോയത്. ഇപ്പോൾ അവിടെ കൂടിക്കാഴ്ച ആരംഭിച്ചു എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. KG ദിനകർ ചേരുന്നു വിവരങ്ങളുമായി. ദിനകർ, ഈ മന്ത്രിമാർ ഗവർണറെ കണ്ടു തുടങ്ങിയോ? സംസാരം ആരംഭിച്ചോ? സുരാജ്, കേന്ദ്ര സർക്കാർ പാസാക്കിയ കർഷക നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലിയിൽ വലിയ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും ഒപ്പം ഈ വിഷയത്തിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്നതിനും വേണ്ടി നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് 23-ാം തീയതി വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് ശുപാർശ നൽകി. എന്നാൽ ഈ ശുപാർശ ഗവർണർ തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിൽ രണ്ടാമതും നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറുടെ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 31-ന് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നാണ് ശുപാർശയിൽ ഉള്ളത്. ആദ്യം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഗവർണർ അത് നിരസിച്ചു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് എന്ന ചോദ്യമായിരുന്നു അദ്ദേഹം ഉയർത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് രണ്ടാമതും നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഗവർണറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി A.K. ബാലനും ഒപ്പം കൃഷിമന്ത്രി V.S. സുനിൽകുമാറും ഇപ്പോൾ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ നിയമസഭാ സമ്മേളനം വിളിക്കണം എന്നാവശ്യപ്പെട്ടാൽ അതിന് ഗവർണർ അംഗീകാരം നൽകുകയാണ് കീഴ്വഴക്കം. പാർലമെന്ററി ജനാധിപത്യത്തിൽ അതാണ് ശരിയും. ഈ ഒരു സാഹചര്യത്തിൽ ഗവർണർ ശുപാർശ നിഷേധിച്ച പശ്ചാത്തലത്തിൽ ഗവർണറെ കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇരുവരും ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ആദ്യ ശുപാർശ തള്ളിയ സാഹചര്യത്തിൽ തുടർന്ന് എന്ത് വേണം എന്നത് സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തു. കീഴ്വഴക്കമനുസരിച്ച് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണം എന്ന് സർക്കാർ ആവശ്യപ്പെട്ടാൽ അത് ഗവർണർ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. അത് നിരസിച്ച പശ്ചാത്തലത്തിൽ ഇക്കാര്യം വീണ്ടും ഗവർണർക്ക് ശുപാർശ നൽകുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. കാരണം പാർലമെന്റ് ജനാധിപത്യം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കീഴ്വഴക്കം അതുതന്നെയാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് കാർഷിക പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അതിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഈ സാഹചര്യം ഗവർണറെ ബോധ്യപ്പെടുത്തും. അനുരഞ്ജനത്തിൻ്റെ പാത തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. മറിച്ച് ഗവർണറുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ സംസ്ഥാന സർക്കാർ
ഇല്ല എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ കാര്യങ്ങൾ ഗവർണറെ ബോധ്യപ്പെടുത്തി നിയമസഭാ സമ്മേളനം ഡിസംബർ 31-ന് ചേരുന്നതിനാവശ്യമായ സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇരു മന്ത്രിമാരും ഇപ്പോൾ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അല്പസമയത്തിനകം ഒരു പക്ഷേ അവർ തിരികെ എത്തുമ്പോൾ മാധ്യമപ്രവർത്തകരെ കാണാനുള്ള സാധ്യത ഉണ്ട്. ദിനകർ, സാധാരണ നിലയിൽ ഇപ്പോൾ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയൊക്കെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഗവർണറെ കാണുന്ന പതിവുണ്ട്, ഒരു കൂടിക്കാഴ്ച നടത്താറുള്ള സാഹചര്യങ്ങൾ നിരവധി ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ഒരു ശുപാർശ സർക്കാർ ഗവർണർക്ക് നൽകുന്നു. അതേ തുടർന്ന് മന്ത്രിമാർക്ക് നേരിട്ട് പോയി ഗവർണറോട് ഇക്കാര്യങ്ങൾ പറയേണ്ടി വരുന്നൊരു സാഹചര്യം സാധാരണ കീഴ്വഴക്കങ്ങളില്ലാത്തതാണ്, പതിവില്ലാത്തതാണ് എന്നാണ് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും സുരാജ്, സംസ്ഥാന സർക്കാരിന് ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നാവശ്യപ്പെട്ടാൽ അത് ഗവർണർ അംഗീകരിക്കുകയാണ് കീഴ്വഴക്കം. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അതുതന്നെയാണ് ശരിയും. ആ സാഹചര്യത്തിലാണ് കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇതിനു മുൻപും ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനം അടിയന്തരമായി ഒറ്റ ദിവസത്തെ സഭാ സമ്മേളനം വിളിച്ചു ചേർക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുകയും പല വിഷയങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൽ. എന്നാൽ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമത്തിനെതിരെ ഇപ്പോൾ ശക്തമായ സമരം ദില്ലിയിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. സമരം 3 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. അതിശക്തമായ സമരമാണ് അരങ്ങേറുന്നത്. അത് പല സംസ്ഥാനങ്ങളും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളൊക്കെയും ഈ സമരത്തിനെ അനുകൂലിച്ച് രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. കേരള സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തൽക്കാലം പിൻവാങ്ങുകയാണ് ദിനകരിൽ നിന്ന്. തുടർ വിവരങ്ങൾക്ക് അല്പസമയത്തിന് ശേഷം വീണ്ടും ബന്ധപ്പെടാം. ഇപ്പോൾ നമ്മൾ ദില്ലിയിലേക്ക് പോവുകയാണ്. അവിടെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, കർഷക സമരം പുരോഗമിക്കുകയാണ്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർഷകരെ അനുനയിപ്പിക്കുക എന്ന നിലയിൽ ഒരു അഭിസംബോധന പ്രസംഗം നടത്തുകയുണ്ടായി. ഇതിൻ്റെ ആകെ വിശദാംശങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ എല്ലാം ചേർത്ത് എന്തൊക്കെയാണ്? കർഷക സമരം 1 മാസം പിന്നിടുകയാണ്. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ 1 മാസം 30 ദിവസം പിന്നിടുന്ന വേളയിലാണ് കർഷക സമരം നിൽക്കുന്നത്. ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂരാണ് ഈ റിപ്പോർട്ടുകൾ നൽകാനായി അവിടെ സജ്ജമായിരിക്കുന്നത്. എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിശൈത്യം തുടരുകയാണ് ദില്ലിയിൽ. ഈ വിഷ്ണു ലഭ്യമായിട്ടുണ്ട്. വിഷ്ണു, പറയൂ. എന്തായാലും ശരി, വിഷ്ണുവിലേക്ക് വരാം. ഇപ്പോൾ കർഷക സമരം എങ്ങനെയാണോ തുടങ്ങിയത് അതിലും ശക്തമായ നിലയിലാണ് ഇപ്പോഴും കർഷക സമരം രാജ്യ തലസ്ഥാനത്തിൻ്റെ അതിർത്തികളിൽ തുടരുന്നത്. ഇന്നിപ്പോൾ ഈ കർഷകർ നടത്തുന്ന വാഹന റാലികൾ ഷാജാൻപൂർ അതിർത്തിയിലെത്തി. അതും ഈ സമരത്തിൻ്റെ വലിയ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായാണ് എത്തി നിൽക്കുന്നത്. ആ നിലയിൽ ഇങ്ങനെ സമരം 1 മാസം പിന്നിടുന്ന ഈ വേളയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരെ അനുനയിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിൽ ഇത് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതിലെല്ലാം ഈ കർഷക നിയമം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയാൻ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും കർഷകർ ആ നിലയിൽ തന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അതേ ഊർജ്ജത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും തന്നെ ഈ 1 മാസം പിന്നിടുമ്പോഴും ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ദില്ലിയുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അതിശൈത്യം പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇങ്ങനെ പൊതുനിരത്തുകളിൽ സമരം ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കർഷകർ. 1 മാസമായി ഈ സമരം ആരംഭിച്ചിട്ട്. എന്നാൽ ഒരുപാട് തവണ ചർച്ചകൾ നടത്തി എങ്കിലും കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പരിഗണിക്കുന്നതിന് ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നതാണ് കർഷകരെ ഇപ്പോഴും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാതാക്കാൻ കാരണം എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത്.
കർഷക സമരവുമായ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കാൻ വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ഇപ്പോൾ തത്സമയം ലഭ്യമായിട്ടുണ്ട് നമുക്കൊപ്പം. വിഷ്ണു, ഇപ്പോൾ ഞാൻ പറയുന്നത് കൃത്യമായി വിഷ്ണുവിന് കേൾക്കാം എന്ന് കരുതുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് എന്താണെന്ന് നൽകൂ. അതോടൊപ്പം തന്നെ ഇന്ന് പ്രാധാന്യമുള്ള ഒരു ദിവസമാകുന്നത് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായ ഈ നിലയിൽ എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ? ശിവരാജ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാൻ ഹരിയാന അതിർത്തിയായിട്ടുള്ള ഷാജഹാൻപൂരിലാണ്. ഷാജഹാൻപൂരിലേക്ക് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും വിശ്വാസത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അല്പസമയത്തിന് ഇവിടെ രണ്ടാഴ്ചയിൽ 8 വർഷത്തിന്റെ പ്രദേശ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഈ അതിർത്തി ഉപരോധിച്ചുകൊണ്ടുള്ള സമരം തുടരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു ദേശീയപാത പൂർണ്ണമായിട്ടും ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് കിസാൻ സഭയുടെ നേതൃത്വം. ഇവിടെ ഈ അതിർത്തികളെല്ലാം ഉപരോധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നത് വരെ സമരം ശക്തമായി തുടരും എന്ന് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ പോകുന്നത് ഈ ഒരു വാഹനജാഥ, അതായത് നാസിക്കിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള കർഷക വാഹനജാഥ ഡൽഹി സ്ഥലത്തേക്കാണ്. ഇപ്പോൾ അതിർത്തിയിൽ കർഷകരെല്ലാം ഇങ്ങനെ അവർ ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു 2-3 കിലോമീറ്ററോളം ശരി വിഷ്ണു, നമുക്ക് വീണ്ടും ബന്ധപ്പെടാം. ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. CPIM പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്നത് കായംകുളത്ത് സിയാദ് എന്ന CPIM പാർട്ടി അംഗം, കൊല്ലത്ത് മണിലാൽ CPIM അനുഭാവിയും പ്രവർത്തകനുമാണ്. കേരളത്തിന് നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയുന്നൊരു കാര്യം, ഉത്തര കേരളത്തിലാണ് ഏറ്റവും ഒടുവിൽ. തൃശ്ശൂരിൽ നേരത്തെ, തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കേരളത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ വളരെ ആസൂത്രിതമായി അക്രമം അഴിച്ചുവിടുകയാണ്. ആ അക്രമം അഴിച്ചുവിടുന്നതിൻ്റെ ലക്ഷ്യം പ്രകോപനമുണ്ടാക്കി ഒരു റിറ്റാലിയേഷനിലേക്ക്, ഒരു പ്രതികാര നടപടിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുവാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. അതിലെല്ലാം ഓരോ സ്ഥലത്തെയും ഇവരുടെ എല്ലാം നേതാക്കൾ ഇതറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. അതിൽ ഇപ്പോൾ അടിയന്തരമായി ഡിവൈഎഫ്ഐക്ക് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ളൊരു കാര്യം, കാസർഗോഡ് ഔഫ് അബ്ദുറഹ്മാന്റെ കൊലപാതകത്തിൻ്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നിലവിലെ അന്വേഷണ സംഘം വിപുലീകരിക്കണം. ഗൂഢാലോചനയുടെ ഭാഗം സമഗ്രമായി അന്വേഷിക്കണം. ഔഫ് അബ്ദുറഹ്മാന്റെ കൊലപാതകത്തിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്ന വളരെ കൃത്യമായ ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ച കാസർഗോട്ടെ ഉന്നതരായ ലീഗിൻ്റെ നേതാക്കളുണ്ട്. ഈ സംഭവത്തിന് ശേഷം പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ, കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി നീക്കം നടത്തിയവർ. ഇപ്പോൾ മംഗലാപുരത്ത് ഇതിലെ 1-ാം പ്രതി, ആ പ്രതിയെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഇന്നലെ കാസർകോട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഗിൻ്റെ നേതാവ് അവിടെ പോയി സന്ദർശിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ ആസൂത്രിതമായി തെളിവ് നശിപ്പിക്കുന്നതിനും ഈ പ്രതികൾക്ക് വേണ്ടത്ര ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്നതിനും പ്രതികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ആസൂത്രണത്തിൽ എന്ന കാര്യത്തിലെന്ന പോലെ തന്നെ കൊലപാതകത്തിന് ശേഷവും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അന്വേഷണം ഈ ഗൂഢാലോചനയുടെ ഭാഗത്തേക്കും കൊലപാതകത്തിനു ശേഷം നടത്തിയ ഇത്തരം സംരക്ഷണങ്ങളിലേക്കും വളരെ കൃത്യമായി പോലീസ് അന്വേഷണം നീളണം എന്നാണ് ഡിവൈഎഫ്ഐക്ക് പ്രധാനമായും ഇന്ന് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലീഗ് എന്തുകൊണ്ടാണ് ഇത്തരം അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്നത് എന്നതാണ്. കാസർഗോട്ടെ പല ഭാഗങ്ങളിലും കടുത്ത അസഹിഷ്ണുതയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തനത്തോട് ലീഗ് കാണിച്ചു വരുന്നത്. അത് ഒരു വീട്ടിലെ അക്രമം മാത്രമാണ് പുറത്തു വന്നത്. ആ പ്രദേശത്തെ ലീഗിനെതിരെ വോട്ട് ചെയ്ത, ലീഗിനെതിരെ പ്രവർത്തിച്ച മുഴുവൻ വീടുകളിലും ലീഗ് ക്രിമിനലുകൾ പോയി അക്രമം കാണിച്ചിട്ടുണ്ട്. പരസ്യമായി പോവാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി വിജയിച്ചു വന്ന സ്ഥാനാർത്ഥി വനിതകളാണ്. ഈ രണ്ട് വാർഡിൽ INL-ന്റെ സ്ഥാനാർത്ഥികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു. ആഹ്ലാദ പ്രകടനത്തിന് വിടില്ലാന്നേ. ആഹ്ലാദ പ്രകടനം നടക്കുമ്പോൾ ആഹ്ലാദ പ്രകടനത്തിന് നേർക്ക് അക്രമം നടത്താണ്. ആ വനിതാ സഖാവിനോട് അവിടെ മത്സരിച്ച് വിജയിച്ച കൗൺസിലറോട് ഞാൻ സംസാരിച്ചു. അവർ പറയാണ്, ഒരു സ്ത്രീ എന്നെ രക്ഷിക്കുകയായിരുന്നു. ഒരു വീട്ടിനകത്ത് കയറി, ആ സ്ത്രീ വീട്ടിനകത്ത് കയറി സംരക്ഷണം കൊടുത്ത് രക്ഷിക്കുകയായിരുന്നു. പ്രവർത്തിക്കാൻ വിടില്ല, പക്ഷേ ജനങ്ങൾ നോക്കൂ, ലീഗിന് എതിരാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുന്നു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഒരു ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പരിശോധിച്ച് നോക്കിയേ. DIC ഇടതുപക്ഷ ബന്ധമുണ്ടായിരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഒരു ചെറിയ കാലയളവിൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായിരുന്നത്. ഒരു കാലാവധി പൂർത്തിയാക്കിയ കാഞ്ഞങ്ങാട്ടെ ആദ്യത്തെ ഭരണസമിതി ഇക്കഴിഞ്ഞ ഭരണസമിതിയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിക്കുന്നു. സഖാവ് VV രമേശിനോട് ചെയർമാനായി വരുന്നു. ഇടതുപക്ഷം 5 വർഷം തുടർച്ചയായി ഭരിക്കുന്നു. ഇപ്പോഴുള്ള അനുഭവം എന്താണ്? കാഞ്ഞങ്ങാട്ടെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പിക്കുന്നു. തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടുന്നു, തങ്ങളുടെ അടിത്തറ നഷ്ടപ്പെടുന്നു. അവിടെ ലീഗ് ഇത്തരത്തിലുള്ള മതമൗലികവാദ സംഘടനകളുമായും ഇത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായും കൃത്യമായി ഐക്യപ്പെട്ട് തങ്ങളുടെ പ്രവർത്തകർക്ക് പ്രത്യേകമായ ട്രെയിനിങ് കൊടുത്ത് എതിർ ശബ്ദങ്ങളെ ആയുധം ഉപയോഗിച്ചും കായിക ബലം ഉപയോഗിച്ചും അടിച്ചമർത്തുന്നതിനുള്ള വളരെ കൃത്യമായ നീക്കമാണ് നടത്തിക്കൊണ്ട്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ക്രൂരമായ കൊലപാതകം നടന്നിട്ട് ശ്രീ VM സുധീരൻ മാത്രമാണ് അഭിപ്രായമില്ലാതെ. കാസർഗോഡ് ദാരുണമാവിധം കൊല ചെയ്യപ്പെട്ട 2 ചെറുപ്പക്കാരുടെ ചിത്രവും അവരുടെ പേരും ഉപയോഗിച്ച് കേരളത്തിലാകെ വോട്ട് പിടിച്ചവരല്ലേ. ആ കൊലപാതകം അതിദാരുണം, യാതൊരു സംശയവും വേണ്ട. ആരും കൊല ചെയ്യപ്പെടാൻ പാടില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നു, അവിടെ ഒരു ചെറുപ്പക്കാരൻ ദാരുണമാവിധം കൊല ചെയ്യപ്പെടുമ്പോൾ എന്താണ് KPCCയുടെ അഭിപ്രായം? ഇവിടെ നമ്മൾ കാണേണ്ട രാഷ്ട്രീയം പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിലായാലും ഖമറുദ്ദീൻ്റെ കാര്യത്തിലായാലും ഈ കൊലപാതകത്തിൻ്റെ കാര്യത്തിലായാലും ലീഗിനെ തള്ളിപ്പറയാൻ, ലീഗിന് കാസർകോട്ടെ പല ഭാഗങ്ങളിലും DYFI പ്രവർത്തകരോട് അസഹിഷ്ണുത കാണിക്കുകയാണ് ലീഗുകാർ. കാസർകോട്ടെ പല കേന്ദ്രങ്ങളിലും ലീഗ് മതധ്രുവീകരണം നടത്തുകയാണ് എന്ന് ഇപ്പോൾ റഹീം പറഞ്ഞിരിക്കുകയാണ്. റഹീം പറഞ്ഞിരിക്കുന്നു. ലീഗിന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയുധ പരിശീലനം ലഭിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സിറാജ് ദിനപത്രം ലീഗ് നേതൃത്വം കൊലക്കത്തി താഴെ വയ്ക്കണമെന്നും അക്രമ രാഷ്ട്രീയം ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ലെന്നും സിറാജ് ദിനപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. മുസ്ലിം ലീഗിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സുന്നി കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രം സിറാജ് വിമർശിക്കുന്നത്. അക്രമ രാഷ്ട്രീയം ജനാധിപത്യ രീതിക്ക് ചേർന്നതല്ല. മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനവും നന്മയും ലക്ഷ്യമാക്കിയാവണം മുസ്ലിം ലീഗ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് പാർട്ടി അണികളിൽ നിന്നും കണ്ടുവരുന്നത്. രാഷ്ട്രീയ എതിരാളികൾക്കും വിമർശകർക്കും ജനാധിപത്യ ശൈലിയിൽ മറുപടി നൽകുന്നതിനു പകരം അവരെ ഇല്ലായ്മ ചെയ്യുന്ന പ്രാകൃത സ്വഭാവമാണ് ലീഗ് പിന്തുടരുന്നത്. എതിരാളികളെ ആക്രമിക്കാൻ ബോംബ് നിർമ്മാണത്തിൽ വരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഏർപ്പെടുന്നു. കേരളത്തിൽ തീവ്രവാദവും അക്രമ രാഷ്ട്രീയവും വളർന്നുവരുന്നതിൽ ലീഗിന് വലിയ പങ്കുണ്ട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി SDPI പോലുള്ള തീവ്ര പാർട്ടികളുമായി പ്രാദേശിക സഖ്യമുണ്ടാക്കിയതിനെയും സിറാജ് ദിനപത്രത്തിലെ മുഖപ്രസംഗം വിമർശിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ നാണംകെട്ട തോൽവിയാണ് കാഞ്ഞങ്ങാട്ടെ കൊലപാതകത്തിന് കാരണമെന്ന് മുഖപത്രത്തിൽ പറയുന്നു. മുസ്ലിം ലീഗ് നടത്തിയ അക്രമ സംഭവങ്ങളും മുഖപ്രസംഗത്തിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ലണ്ടനിൽ നിന്ന് വന്ന 3 കോഴിക്കോട് സ്വദേശികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു കുട്ടി ഉൾപ്പെടെയുള്ളവർക്കാണ് രോഗബാധ. കോവിഡിന്റെ വകഭേദമാണോ ഇവരിൽ വന്നത് എന്നറിയാനായി സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇവരെ പ്രത്യേകം നിരീക്ഷണത്തിലാക്കി. ബ്രിട്ടനിൽ നിന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോടെത്തിയ മെഡിക്കൽ കോളേജ് സ്വദേശിയായ 36-കാരനാണ് ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹത്തിനൊപ്പം എത്തിയ മകനും രോഗബാധ കണ്ടെത്തി. ലണ്ടനിൽ നിന്ന് 2 ദിവസം മുമ്പ് നാട്ടിലെത്തിയ മറ്റൊരാൾക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ബ്രിട്ടനിൽ മാരക വൈറസ് സ്ഥിരീകരിച്ച ശേഷം കേരളത്തിലെത്തിയവരിൽ കണ്ടെത്തിയ ആദ്യ പോസിറ്റീവ് കേസുകളാണിത്. അതിനാൽ അതീവ ജാഗ്രതയോടെയാണ് ആരോഗ്യവകുപ്പ് ഇവരെ പരിചരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 3 പേരെയും പ്രത്യേകം നിരീക്ഷണത്തിലാക്കി. ആന്റിജൻ പരിശോധനയിൽ പോസിറ്റീവാണെന്ന് റിപ്പോർട്ട് വന്നതോടെ ഇവരെ RT-PCR പരിശോധനയ്ക്ക് കൂടി വിധേയരാക്കിയിരുന്നു. സ്രവ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതക മാറ്റം സംഭവിച്ച മാരക വൈറസ് ആണോ എന്ന് പരിശോധിക്കാനാണിത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. കാഞ്ഞങ്ങാട് DYFI പ്രവർത്തകന്റെ കൊലപാതകത്തിൽ 4ാം പ്രതി ആഷിറും പോലീസ് കസ്റ്റഡിയിൽ. ഇതോടെ 4 പേരും പോലീസ് പിടിയിലായി. അതേസമയം 1ാം പ്രതി ഇർഷാദ് കുറ്റം സമ്മതിച്ചു. റഹ്മാനെ കുത്തിയത് താനാണെന്ന് ഇർഷാദ് പോലീസിന് മൊഴി നൽകി. വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുന്നു. സണ്ണി, ഇപ്പോൾ 4 പേരെയും പിടികൂടിയിരിക്കുകയാണ്. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനിടെ ഈ 1ാം പ്രതിയായ ഇർഷാദ് കുറ്റം സമ്മതിച്ചു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ അവിടെ നിന്ന് വരുന്നുവല്ലോ. എന്താണ് വിശദാംശങ്ങൾ? സണ്ണി, സണ്ണി കേൾക്കാമെങ്കിൽ വിവരങ്ങൾ പറയൂ. ഹലോ സുരാജ്. സണ്ണി കേൾക്കാം, പറയൂ. ഇന്ന് ഒരാളെയും കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുകളുടെ എണ്ണം 4ആയി. അബ്ദുറഹ്മാൻ ഔഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഇസ്ഹാഖിന് ഈ കൊലപാതക സംഭവത്തിൽ പങ്കില്ല എന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ മറ്റു 3 പേർക്കും ഇതിൽ പങ്കുണ്ട്. ഈ 1ാം പ്രതി ഈ ഇർഷാദാണ് അബ്ദുറഹ്മാനെ ഔഫിനെ കുത്തുന്നത്. അത് ഇർഷാദിന്റെ കുത്തേറ്റാണ് മരണപ്പെടുന്നത്. 8 സെന്റിമീറ്റർ ആഴത്തിൽ ഹൃദയത്തിലേക്ക് കത്തി ആഴ്ന്നിറങ്ങി പിന്നീട് എല്ലാവരും ഓടിപ്പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അബ്ദുറഹ്മാൻ അവിടെ കിടന്ന് രക്തം വാർന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഈ കാര്യങ്ങൾ കുറ്റസമ്മതമൊഴിയിൽ ഇർഷാദ് വ്യക്തമാക്കുന്നുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിന്റെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇർഷാദ്. അതുപോലെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹസൻ ഈ കേസിൽ പ്രതിയാണ്. അതോടൊപ്പം മറ്റൊരു യൂത്ത് ലീഗ് പ്രവർത്തകനായ ആഷിറിനാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിലായത്. പക്ഷേ ഷുഹൈബിന്റെ മൊഴിയിൽ ആഷിറിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല, ഇസ്ഹാഖിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ഇതേ തുടർന്നാണ് പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇസ്ഹാഖല്ല കൂടെ ഉണ്ടായിരുന്നത്, ആഷിറായിരുന്നെന്ന് വ്യക്തമായത്. ഇതോടെ കേസിൽ ഫലത്തിൽ 3 പേർ തന്നെയായിരിക്കും പ്രതികളാകുക. ഇസ്ഹാഖിന് പകരം ആഷിറാണ് കേസിൽ പ്രതിയാകുക. മറ്റ് പ്രതികളുടെ കുറ്റസമ്മത മൊഴിയിലും പറയുന്നത് ആഷിറാണ് സംഭവത്തിൽ പങ്കെടുത്തത്, ഇസ്ഹാഖല്ല. അതുകൊണ്ട് ഇസ്ഹാഖിനെതിരെ കേസെടുക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഇവരുടെ എല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തും. നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ ഇതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. സണ്ണി, ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ ഇപ്പോൾ ഏകദേശം ഈ പ്രതികളെല്ലാം വലയിലായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ 1ാം പ്രതിയായ ഇർഷാദ് ഈ കൊല എങ്ങനെയാണ് നടത്തിയത് എന്നത് സംബന്ധിച്ച പൂർണ്ണ വിവരം അത് പോലീസിന് തെളിവുകൾ എന്ന നിലയിൽ തന്നെ ആവുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണോ ഇപ്പോൾ വരുന്നത്? ഇവരെ സഞ്ചരിച്ച വഴിയിൽ തങ്ങൾ കാത്തുനിന്നു എന്ന കാര്യം പ്രതികൾ സമ്മതിക്കുന്നുണ്ട്. നേരത്തെ അബ്ദുറഹ്മാനുമായി വിരോധമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചെറിയ കശപിശകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയ ഗുരുതരമായ ഒരു വഴക്കിലേക്കോ സംഘർഷത്തിലേക്കോ നീങ്ങിയിരുന്നില്ല. എന്നാൽ ലീഗിന് ആ പ്രദേശത്തുണ്ടായ പൊതുവായ തിരിച്ചടി കല്ലൂരാവി മേഖല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ
ഒരു 3-4 പതിറ്റാണ്ടായി മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. കഴിഞ്ഞ 2015 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ തോതിൽ തിരിച്ചടി ഉണ്ടായി. അവിടെ ചില ലീഗ് റബലുകളും ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വന്നവരൊക്കെ വിജയിച്ചു. ഇതോടെ കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഭരണം എന്നത് ലീഗിന് നഷ്ടപ്പെട്ടു. 2020 ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ലീഗിന് കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെട്ടു. 2 LDF. ശരി സണ്ണി, ശരി. ഇപ്പോൾ നിയമമന്ത്രി എ കെ ബാലനും കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. രാജ്ഭവനിൽ നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെടുന്ന ശുപാർശയുമായാണ് മന്ത്രിമാർ ഗവർണറെ കാണാൻ പോയത്. വിവരങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, പറയൂ. സുരാജ്, കർഷക നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭാ സമ്മേളനം ഡിസംബർ 31 വിളിക്കുന്നതിന് വേണ്ടി ഗവർണറോട് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ആദ്യം ഡിസംബർ 23 നിയമസഭാ സമ്മേളനം വിളിക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്തുവെങ്കിലും അത് ഗവർണർ നിരസിക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രണ്ടാമതും നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവർണറുമായി പാർലമെന്ററി കാര്യമന്ത്രി എ കെ ബാലനും ഒപ്പം കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറും ചർച്ച നടത്തുന്നത്. ചർച്ച ഇപ്പോൾ അരമണിക്കൂർ നീണ്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു സമവായം കണ്ടെത്തുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. സാധാരണഗതിയിൽ നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് വിളിച്ചു ചേർക്കുക എന്നുള്ളത് കീഴ്വഴക്കം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഗവർണർ തൻ്റെ വിവേചനാധികാരം ഇക്കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് നിയമസഭാ സമ്മേളനം ഇപ്പോൾ എന്ത് ആവശ്യകതയാണ് ഇപ്പോൾ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്ന് ഗവർണർ ചോദിച്ചിരുന്നു. എന്നാൽ ഇത് ചോദിക്കുന്നത് അത് സാധാരണഗതിയിൽ ഒരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമല്ല എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഈ വിഷയത്തിൽ ഗവർണർ ശുപാർശ തള്ളിയ പശ്ചാത്തലത്തിൽ മന്ത്രിസഭ ഇക്കാര്യം ചർച്ച ചെയ്യുകയും നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് വീണ്ടും ശുപാർശ ചെയ്യുകയുമായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ആണ് ഗവർണറെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി എ കെ ബാലനും ഒപ്പം കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറും രാജ്ഭവനിൽ എത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിനുശേഷം ഇരുവരും മാധ്യമപ്രവർത്തകരെ ഒരുപക്ഷേ കണ്ടേക്കാം. മാധ്യമപ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഇക്കാര്യത്തിലുള്ള തീരുമാനം എന്നത് സംബന്ധിച്ച് ഒരു പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും. എന്തായാലും ഗവർണറുടെ തീരുമാനം വളരെ നിർണായകമാണ്. ഈ വിഷയത്തിൽ ഗവർണർ ഇനിയും സർക്കാരിൻ്റെ ശുപാർശ തള്ളിക്കളയാനുള്ള സാധ്യത വളരെ വിരളമാണ്. സുരാജ്. ശരി, കെ ജി ദിനകറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ എ റഹീം വാർത്താ സമ്മേളനം തുടരുകയാണ്. അതിലേക്ക് പലപ്പോഴും നേതാക്കന്മാരെ സഹായിക്കുന്നു, നേതാക്കൾ സഹായിക്കുന്നു. അവർ പാർട്ടിക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ അവർക്ക് വ്യക്തമായ സമൂഹത്തിൽ കൃത്യമായി ഇറങ്ങി നടക്കാൻ പറ്റും. അത്തരത്തിൽ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും വീണ്ടും കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ കൊലപാതകം നടത്തുന്ന ആളുകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഡിവൈഎഫ്ഐ മുന്നിൽ ഭാവി ദിശത്തിലുള്ള കൊലപാതകം നടക്കാതിരിക്കാൻ എന്ത് മുൻകൈയാണ്? കാരണം നമ്മൾ ഈ പ്രസ്താവന നമ്മൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഫലവും ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെയും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കും. സമൂഹത്തിൽ ഈ നിലയിൽ ഇതിനെല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്വമുണ്ട്. ഡിവൈഎഫ്ഐ എന്ന ഓർഗനൈസേഷൻ അതിൽ പുലർത്തുന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. ഭൂമിയോളം ക്ഷമിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. ഇനി ഇതിലേറെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പൊതുവിൽ ഇക്കാര്യത്തിലെടുത്ത സമീപനവും നമ്മുടെ കൺമുമ്പിലുണ്ട്. അതിൽ ആ ഉത്തരവാദിത്വം കോൺഗ്രസും ബി ജെ പിയും നിർവഹിക്കുന്നില്ല. ഇനി കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഉത്തരവാദിത്വം കൂടെ നിൽക്കട്ടെ. മാധ്യമങ്ങൾ നിർവഹിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കുമ്പോഴല്ലേ ഈ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ആരാലും കൊല ചെയ്യപ്പെടാൻ പാടില്ല. ഒരു കുടുംബവും ഇങ്ങനെ അകാരണമായി അനാഥമാക്കപ്പെടാൻ പാടില്ല. ഇതൊരു ഉള്ളിൽ തട്ടിയുള്ളൊരു സംസാരമായും പ്രശ്നമായും കേരളത്തിൽ ഉയർന്നു വരണ്ടേ? എങ്ങനെയാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു അഭിപ്രായ രൂപീകരണം കൊണ്ടുവരേണ്ടത്? എങ്ങനെയാണ് ഈ കൊലയാളി രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടു പോകും എന്ന് തോന്നുന്നിടത്തല്ലേ അങ്ങനെ ഒറ്റപ്പെടുത്തണമെന്ന തോന്നലിൽ നമ്മളെല്ലാവരും നിൽക്കണ്ടേ? ഡിവൈഎഫ്ഐ ഇതിൽ അഭിപ്രായം. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ തവണ 2 തവണ ഈ സംഭവങ്ങളുണ്ടായപ്പോൾ സനൂപിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായി ഞങ്ങൾ പോയി നേരിട്ട് കണ്ടു. അവരെ കണ്ടു. ഇതിനൊരു അഭിപ്രായ രൂപീകരണം ഉയർന്നു വരണം. അവിടെ എനിക്ക് നിശിതമായ വിമർശനം അക്കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളോടുണ്ട്. സെലക്റ്റീവ് ആവുകയാണ് ഇത്തരം കാര്യങ്ങൾ. ഇത് സെലക്റ്റീവ് ആവരുത്. എല്ലാവരുടെയും ജീവൻ ഒരുപോലെയാണ്. എന്ത് സെലക്ടിവിസം അവിടെ? എന്ത് സെലക്ടിവിറ്റി?
ഇവിടെ ആകുന്നു. നിങ്ങളതുകൊണ്ട് ഞാൻ അതിൽ കൃത്യമായി മാധ്യമങ്ങളുടെ ഭാഗം വളരെ പ്രചണ്ഡമായി കേരളം ഇത് തെറ്റാണെന്ന് ഒരേ സ്വരത്തിൽ പറയുമ്പോഴാണല്ലോ ഇത്തരം ക്രിമിനൽ സംഘത്തെ ഒറ്റപ്പെടുത്താൻ രാഷ്ട്രീയ നേതൃത്വവും തയ്യാറാവും. അപ്പോൾ അവർ പ്രഷറൈസ് ചെയ്യപ്പെടും. നിയമവ്യവസ്ഥയും സ്വാഭാവികമായും ശക്തിപ്പെടണം. ഇപ്പോൾ ഞാറമൂട് കൊലക്കേസിൽ 90 ദിവസം കുറ്റപത്രം കൊടുത്തു. നല്ലൊരു സൂചനയാണത്. ഇങ്ങനെ നിൽക്കട്ടെ അത്. ഇതിൽ എല്ലാവർക്കും അവരുടേതായ പാർട്ടുണ്ട്. ആ പാർട്ട് നിർവഹിക്കാൻ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും അഭിമാനപൂർവ്വം പറയാൻ കഴിയും. ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വമാകുകയാണ്. ഇപ്പോൾ മന്ത്രി സുനിൽകുമാറും AK ബാലനും മാധ്യമങ്ങളെ കാണാൻ വരികയാണ്. ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ മാധ്യമങ്ങളോട് കൂടിക്കാഴ്ചയിൽ എന്താണ് സംസാരിച്ചത് എന്ന് സംബന്ധിച്ച് ഇപ്പോൾ വിശദീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ട് മന്ത്രിമാരും 12:25 കൂടിയാണ് ഗവർണറെ കാണാൻ രാജ്ഭവനിൽ എത്തിയത്. ഈ അരമണിക്കൂർ, ഏകദേശം 3/4 മണിക്കൂറോളം നീളുന്ന ചർച്ചയ്ക്ക് ഒടുവിലാണ് രണ്ട് മന്ത്രിമാരും ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പുറത്തെത്തിയിരിക്കുന്നു. അവർ സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. അതിലേക്ക് പോകാമേ. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കേഴ്സി വിസിറ്റായിരുന്നു ഇപ്പം ഞങ്ങൾ രണ്ടുപേരും നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴുള്ള വിവാദമായ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുമല്ലോ. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി 31-ാം തീയതി ചേരേണ്ടുന്ന നിയമസഭയെ സംബന്ധിച്ച് ഗവർണർ ആലോചിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഗവർണർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. അനുകൂലമാണോ? അല്ല, വളരെ 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 പോസിറ്റീവായിരുന്നു. 35 മിനിറ്റ് നേരമാണ് സംസാരിച്ചത്. അല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് ഗവർണർ എടുത്തത്. ഒരു രൂപത്തിലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ യാതൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നുമില്ല, ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. 31-ൻ്റെ സമ്മേളനത്തെ സംബന്ധിച്ച് ഗവർണറാണ് തീരുമാനിക്കേണ്ടത്. ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു കൊടുത്തു കഴിഞ്ഞു. അതിനിപ്പോൾ ഗവർണറാണ് തീരുമാനിക്കേണ്ടത്. അത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായ ഡിസ്കഷനാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും പിന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദത്തിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഞങ്ങൾ നടത്തിയ ഒരു 10-30 മിനിറ്റ് നേരം നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ പറഞ്ഞ കാര്യങ്ങൾ, ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്താൻ പോകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറെ അറിയിക്കേണ്ട കാര്യങ്ങൾ ഗവർണർ അറിയിക്കുകയും 30-ാം തീയതിയിലെ പിന്നെ നിയമസഭ സംബന്ധിച്ച കാര്യത്തിൽ ഗവർണർക്ക് യുക്തമായ തീരുമാനം എടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ അങ്ങനെ ഡിസ്കഷൻ നടത്തിയിട്ടില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ വളരെ എല്ലാ കാര്യങ്ങളും ഗവർണർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഗവർണർ വളരെ പോസിറ്റീവായ ഡിസ്കഷൻ നടത്തിയിരിക്കുന്നത്. വളരെ പോസിറ്റീവാണ് ചർച്ചകൾ എന്ന് മന്ത്രിമാർ പറയുമ്പോഴും ഇപ്പോഴും ഒരു 31-ന് നിയമസഭാ സമ്മേളനം ചേരുന്ന കാര്യത്തിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വളരെ പോസിറ്റീവായ സമീപനമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ഇരുവരും പ്രതികരിച്ചത്. 31-ാം തീയതി നടക്കാനിരിക്കുന്ന സഭാ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതിൽ എന്ത് തീരുമാനമാണ് ഗവർണർ എടുത്തത് എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു തീരുമാനം ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് മന്ത്രിമാർ പറഞ്ഞത്. എന്തായാലും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ അനുകൂലമായ സമീപനമാണ്. ആ നിലയിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാത്ത വിധത്തിലുള്ള എല്ലാ നടപടികൾക്കും ഗവർണർ ഒപ്പമുണ്ടാകുമെന്ന നിലയിൽ തന്നെ തങ്ങളോട് പ്രതികരിച്ചു എന്നാണ് ഇരു മന്ത്രിമാരും പറഞ്ഞത്. ഗവർണർ യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതും. ദിനകർ ഇപ്പോൾ ചേരുന്നു. ദിനകർ, വളരെ പോസിറ്റീവായ ഒരു സമീപനം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് മന്ത്രിമാർ പറയുകയാണ്. എന്നാൽ നിയമസഭാ സമ്മേളനം 31-ാം തീയതി ചേരുമോ എന്ന കാര്യത്തിൽ ഉള്ള ഗവർണറുടെ നടപടി എന്താണ് എന്ന് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. എന്താണ് മന്ത്രിമാർക്ക് ഗവർണറിൽ നിന്ന് കിട്ടിയ ഗവർണറുടെ സമീപനം എന്തായിരുന്നു? ഗവർണറിൽ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസ്, പ്രതികരണം എന്തായിരുന്നു? സുരാജ്, ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്ന സമീപനമായിരിക്കില്ല ഗവർണറുടേത് എന്നാണ് നിയമമന്ത്രി AK ബാലനും ഒപ്പം VS സുനിൽകുമാറും പറഞ്ഞത്. അരമണിക്കൂർ തങ്ങൾ
ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ വളരെ പോസിറ്റീവായ നിലപാടാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത്. ചില സംശയങ്ങൾ, ചില കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ അക്കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുകയും ചെയ്തു. അതോടൊപ്പം മുഖ്യമന്ത്രിയെ ചില കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം തങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. മുഖ്യമന്ത്രി ഇപ്പോൾ സ്ഥലത്തില്ല, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എത്തിയാലുടൻ ഇക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി, ഇക്കാര്യത്തിലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി ഗവർണർ അറിയിക്കുകയും ചെയ്യും. എന്തായാലും 31-ാം തീയതി നിയമസഭാ സമ്മേളനം നടക്കും എന്ന് തന്നെയാണ് മന്ത്രിമാർ പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. അക്കാര്യത്തിൽ ഗവർണർ, അതായത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും ഉണ്ടാവില്ല എന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയത്. അതിനർത്ഥം 31-ാം തീയതി നിയമസഭാ സമ്മേളനം നടക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അതുതന്നെയാണ് സർക്കാരും പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗവർണർക്കുള്ള സംശയങ്ങൾ മന്ത്രിമാർ ദൂരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തര സാഹചര്യം എന്ത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദീകരണം ഗവർണർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗവർണറുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മന്ത്രി എ കെ ബാലനും ഒപ്പം മന്ത്രി വി എസ് സുനിൽകുമാറും വ്യക്തമാക്കിയത്. ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി ധരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം മുഖ്യമന്ത്രി ധരിപ്പിക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മറുപടി ഗവർണർ അറിയിക്കേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഗവർണർ തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ്, അനുകൂലമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് നമുക്ക് മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. സുരരാജ്, അതെ, ആ നിലയിൽ തന്നെയുള്ള ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിനകർ, ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ, ഈ നിയമസഭാ സമ്മേളനം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സംഘർഷത്തിലേക്കോ, ഒരു ഏറ്റുമുട്ടലിലേക്കോ, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്കോ ഗവർണറും സർക്കാരും തമ്മിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെ സൂചിപ്പിക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണോ ഇന്ന് മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്? സുരരാജ്, തീർച്ചയായും അത് തന്നെയാണ് നിയമകാര്യമന്ത്രി എ കെ ബാലൻ, പാർലമെന്ററി കാര്യമന്ത്രി എ കെ ബാലൻ അക്കാര്യം വിശദമാക്കിയത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒന്നും തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് ഗവർണർ വ്യക്തമാക്കിയതായിട്ടാണ് ഇരു മന്ത്രിമാരും വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ സമ്മേളനം 31-ന് തന്നെ നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് മന്ത്രിമാരും പ്രതീക്ഷ പങ്കുവച്ചത്. ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ അദ്ദേഹം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തതിനാൽ അക്കാര്യം സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഒരു പക്ഷേ മുഖ്യമന്ത്രിയുമായി ടെലിഫോണിൽ മന്ത്രിമാർ ബന്ധപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മറുപടി ഗവർണറെ അറിയിക്കേണ്ടതുണ്ട്. അക്കാര്യം ഗവർണർ അറിയിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രിമാർ വ്യക്തമാക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അതാണ് മനസ്സിലായത് എന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയത്. ഈ ഒരു സാഹചര്യത്തിൽ 31-ാം തീയതി നിയമസഭാ സമ്മേളനം നടക്കും എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം ഉറപ്പിച്ച് പറയാൻ കഴിയും. സുരരാജ്, ദില്ലിയിൽ കർഷക സമരം പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, പറയൂ. വിഷ്ണു, കേൾക്കാമെങ്കിൽ പറയൂ. സുരാജ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹരിയാന രാജസ്ഥാൻ അതിർത്തിയായിട്ടുള്ള ഷാജഹാൻപൂരിലാണ്. ഷാജഹാൻപൂരിലേക്കാണ് അല്പസമയത്തിനകം തന്നെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കർഷകരുടെ വാഹന റാലി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ആയിരക്കണക്കിന് കർഷകരാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി റാലി ആരംഭിച്ചിരിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന അതിർത്തിയിലേക്ക് എത്തിച്ചേരും. ഇവിടെ വെച്ച് ഈ വരുന്ന മഹാരാഷ്ട്രയിൽ നിന്നും വരുന്ന കർഷകർക്ക് ഒരു സ്വീകരണം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഈ അതിർത്തിയിൽ ഇവിടെ കർഷകർ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ തന്നെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തുന്നുണ്ട്. ഈ സമരപ്പന്തലിലേക്ക് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകരും എത്തിച്ചേരുക. അത്തരത്തിൽ അവർ കൂടി എത്തിച്ചേരുന്നതോടെ സമരം കൂടുതൽ ശക്തിപ്പെടും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രധാനമന്ത്രി കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇപ്പോൾ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, ഇപ്പോൾ കർഷകർക്ക് 18,000 കോടി രൂപ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇടനിലക്കാരോ മറ്റുള്ള ആൾക്കാരോ ഒന്നുമില്ല. കേന്ദ്ര സർക്കാർ നേരിട്ടാണ് കർഷകർക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ബംഗാളിലെ അല്ലെങ്കിൽ മമതാ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ കർഷകരെ അഭിസംബോധന ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബംഗാളിൽ മമതാ
സർക്കാരിൻ്റെ നയങ്ങളാണ് ബംഗാളിനെ തകർത്തത്. ബംഗാളിലെ കർഷകർക്ക് വിരുദ്ധമായിട്ടുള്ള നടപടികൾ മമതാ സർക്കാർ സ്വീകരിക്കുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഒരു ഗുണവും ബംഗാളിലെ കർഷകർക്ക് ലഭിക്കുന്നില്ല. അത് മമതാ സർക്കാരാണ് ഇത്തരം കേന്ദ്ര പദ്ധതികൾ ബംഗാളിൽ ആവിഷ്കരിക്കാത്തത്. അതുകൊണ്ട് കർഷകർക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ, വിമർശനങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിനെക്കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തികച്ചും രാഷ്ട്രീയപരമായി കൂടെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അടുത്ത മാർച്ച് അവസാനത്തോടു കൂടിയാണ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു അഭിസംബോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമ്പോൾ പോലും ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത് കർഷക സമരം ഇന്നിപ്പോൾ 30-ാം ദിവസം എത്തി നിൽക്കുന്നു. ഒരു മാസം പിന്നിടുന്നു എന്ന് പറയുമ്പോൾ കാർഷിക നിയമങ്ങൾ 3 പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഒരു ഉറച്ച നിലപാട് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരം നിലപാട് മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ മറ്റൊരു ദുഃഖകരമായി നമുക്ക് എടുത്തു പറയേണ്ടത് 32 കർഷകർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. അത് അതിശൈത്യത്തെ തുടർന്നുകൊണ്ടും അതോടൊപ്പം തന്നെ ഹൃദയാഘാതം സംഭവിച്ചുമൊക്കെയാണ് 32 കർഷകർക്ക് ജീവൻ നഷ്ടമായത്. പക്ഷേ എന്നിട്ട് പോലും കർഷക സമരങ്ങൾ അനുനയിപ്പിക്കാനുള്ള ഒരു തരത്തിലുള്ള നീക്കവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഇത്തരത്തിൽ കർഷക സമരം അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് പകരം സമരത്തെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇന്ന് കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പോലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കർഷകരുടെ പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുന്നു. ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. ഒരു മാസം പിന്നിട്ട സാഹചര്യത്തിൽ തന്നെ വരുന്ന ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കും എന്ന ഒരു നിലപാട് തന്നെയാണ് കർഷകർ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. സൂര്യരാജ്. ശരി, വിഷ്ണു തലവൂരാണ്. വിഷ്ണു, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച്, ഇപ്പോൾ വിഷ്ണു പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ വാഹന റാലി അവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരുക്കിയിട്ടുള്ളൊരു സജ്ജീകരണം എങ്ങനെയാണ്? ഈ പോലീസിൻ്റെ ആയാലും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുടെയൊക്കെ ആയാലും. സുരാജ്, ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദേശീയപാതയായതിനാൽ തന്നെ ഇവിടെ 2 വശവും, അതായത് ജയ്പൂരിൽ നിന്ന് ദില്ലിയിലേക്ക് വരുന്ന റോഡിലാണ് ഇപ്പോൾ കർഷകർ ഉപരോധമിരിക്കുന്നത്. ഈ റോഡും അതിൻ്റെ അപ്പുറത്തെ വശത്തുള്ള റോഡും പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ബാരിക്കേഡുകൾ വെച്ചാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ ബാരിക്കേഡുകൾക്ക് പുറമെ സിമൻറ്റ് ബ്ലോക്കുകൾ പോലീസ് വഴികളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. സിമൻറ്റ് ബ്ലോക്കുകൾ, കണ്ടെയ്നറുകൾ റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കർഷകർ ദില്ലിയിലേക്ക് മൂവ് ചെയ്യാൻ ഒരു മാർച്ച് നടത്തുകയാണെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദേശീയപാതകളിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കണ്ടെയ്നർ സ്ഥാപിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിന് പുറമെ പോലീസിന് പുറമെ ഇവിടെ അതിർത്തി രക്ഷാ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. CISFനെ വിന്യസിച്ചിട്ടുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് അതിർത്തികളിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് കർഷകരെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു യുദ്ധ സമാനമായ സാഹചര്യം കേന്ദ്ര സർക്കാർ തീർത്തിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുകയും വേണ്ടത്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്രയും വലിയ വിന്യാസം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും കർഷകരുടെ ഭാഗത്തുനിന്നും ഒരു പ്രകോപനവും ഉണ്ടാകുന്നില്ല എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അവർ കഴിഞ്ഞ ഒരു മാസമായി ഏറ്റവും സമാധാനപരമായി തന്നെയാണ് ഇവിടെ സമരം നടത്തിക്കൊണ്ടു പോകുന്നത്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന അതിർത്തിയിലാണെങ്കിൽ, അത് ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലാണെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് ഹൈവേ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രകോപനം കർഷകരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അവർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് ഏറ്റവും സമാധാനപരമായി തന്നെ സമരവുമായി മുന്നോട്ട് പോവുക, ഇത്തരത്തിൽ റോഡിൽ തന്നെ ഇരുന്നു കൊണ്ട് സമരം നടത്തുക. അതിനി എത്ര നാൾ നീണ്ടു നിൽക്കുന്ന സമരമായാലും, 6 മാസമോ 1 വർഷമോ നീണ്ടു നിൽക്കുന്ന സമരമായാലും അത്രയും കാലം ഈ റോഡിൽ തന്നെ നിൽക്കാൻ അവർ തയ്യാറാണ് എന്ന
ഒരു നിലപാട് തന്നെയാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു നിലപാട് തന്നെയാണ് മോദി സർക്കാരിന് മുന്നിൽ ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത് എന്നും നമുക്ക് പറയേണ്ടി വരും. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സമരത്തെ ഏതു വിധേനയും അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാരിന് അത് സമരത്തെ അടിച്ചമർത്താൻ സാധിക്കാതെ പോകുന്നതും കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു സമര രീതി കൊണ്ട് തന്നെയാണ് സൂര്യരാജ്. ശരി, ഒപ്പം തന്നെ വിഷ്ണു ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. അത് കർഷകരെ അനുനയിപ്പിക്കുക എന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അതിൽ പറയുന്നത് ഈ നിയമങ്ങൾ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞില്ല. എന്നാൽ മറ്റ് ഒരുപാട് പദ്ധതികൾ കർഷകർക്ക് വേണ്ടി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്കാണ് പോയത്. ഇതൊക്കെ കർഷകരിൽ എന്ത് പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ഈ വാഹന റാലികൾ ഉൾപ്പെടെ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും സ്വരാജ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർഷകരെ അഭിസംബോധന ചെയ്യുമ്പോൾ പോലും മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതായത് കർഷകർക്ക് വേണ്ടി, കർഷകരുടെ ഭാവി മുൻനിർത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവരുടെ ഓരോ നയങ്ങളും പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ പ്രസംഗത്തിലൊന്നും തന്നെ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നതേയില്ല. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാടും അത് തന്നെയാണ്. കാർഷിക നിയമങ്ങൾ ഒരിക്കലും പിൻവലിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് പ്രധാനമന്ത്രി തന്നെ പലതവണ ആവർത്തിച്ചതുമാണ്. പ്രധാനമന്ത്രി പറയുന്നത് കാർഷിക നിയമങ്ങൾ എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം വേണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ പുതിയ ചില നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇടനിലക്കാരെയൊക്കെ ഇല്ലാതാക്കും, കരിഞ്ചന്ത ഒഴിവാക്കും, കർഷകർക്ക് നേരിട്ട് പണം ലഭിക്കും. ശരി വിഷ്ണു, അല്പസമയത്തിനകം ഈ വാഹന റാലികൾ അവിടെ ഷാജഹാൻപൂർ അതിർത്തിയിൽ എത്തും എന്ന വിവരമാണ് വിഷ്ണു തലവൂർ പങ്കുവയ്ക്കുന്നത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.